9ാം ക്ലാസ്സിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്ന അധ്യായമാണ് നമ്മളിന്ന് നോക്കുന്നത്. പരപ്പളവ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഏരിയ എന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു ഉദാഹരണം നോക്കിയാൽ, ഒരു റെക്റ്റാങ്കിൾ അഥവാ ചതുരം വരയ്ക്കണം. അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. എങ്ങനെ വരയ്ക്കണം? അപ്പം അതിനൊരു ഇക്വേഷൻ ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതിയാണ്. അപ്പോൾ 2 സംഖ്യകൾ കണ്ടുപിടിക്കണം. അവ ഗുണിക്കുമ്പോൾ 12 കിട്ടണം. ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഗുണിച്ചാൽ 12 കിട്ടുന്ന 2 സംഖ്യകൾ നീളവും വീതിയുമായിട്ട് എടുത്താൽ, എന്നിട്ട് റെക്റ്റാങ്കിൾ വരച്ചാൽ നമുക്ക് ഈ പറയുന്ന 12 ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ കിട്ടും. അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന 2 സംഖ്യകൾ എളുപ്പമാണ് അല്ലേ? ഇത് നോക്കിയേ, 4ഉം 3ഉം, 4 നീളവും 3 വീതിയുമായിട്ടുള്ള റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ 4 ഗുണം 3 12 ആയിരിക്കും അല്ലേ? ഇനി ഇതായാലോ, 6 നീളവും 6 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ, ചതുരം. അത് 6 ഗുണം 2 12. അപ്പം അതിൻ്റെയും ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇത് ചതുരത്തിൻ്റെ കാര്യം. വിവിധ ഷേപ്പുകളുടെ ഇങ്ങനെയുള്ള പരപ്പളവ് കാണുന്ന കാര്യം നമ്മൾ അറിയണം. ഇനി ത്രികോണമാണ് നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ പരപ്പളവാണെങ്കിലോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, സമവാക്യമുണ്ട്. അതറിയാമെങ്കിലേ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ കഴിയും. എന്താണ് ഇക്വേഷൻ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. അതിൽ ഹാഫ് എന്ന് പറയുന്ന അര, പകുതി. ബി എന്ന് പറയുന്നത് എന്താണ്? ബേസ് അഥവാ പാദം. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് അഥവാ ഉയരം, ഉന്നതി. ഇത് രണ്ടും അറിയാമെങ്കിലേ നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ത്രികോണത്തിൻ്റെ ഏരിയയെ, പരപ്പളവിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, അതിൻ്റെ ബേസ് അഥവാ പാദത്തിൻ്റെ നീളവും ഹൈറ്റ് അഥവാ ഉയരവുമാണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ്, പാദം, ചുവട്ട് വരുന്ന ഭാഗം, ഹൈറ്റ്, ഈ 2 കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചില ത്രികോണങ്ങൾ പരിശോധിക്കാം. ആദ്യം ഇത് നോക്കിയേ. ഇതിൻ്റെ ബേസ് എത്രയാണ്? പാദം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചുവട്ടിൽ വരുന്ന ഭാഗം 4 സെൻറ്റിമീറ്റർ അല്ലേ? കണ്ടല്ലോ, ഒരു ചുമന്ന വര കൊണ്ട് നമ്മളത് അടയാളപ്പെടുത്തി. പാദം അല്ലെങ്കിൽ ബേസ് 4 സെൻറ്റിമീറ്റർ ആണ്. ഉയരം എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് വെർട്ടക്സ്, മുകളിലത്തെ മൂലയിൽ നിന്ന് താഴേക്കുള്ള ലംബ ദൂരമാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ചരിച്ച് വരയ്ക്കാൻ പാടില്ല, നേരെ വരയ്ക്കണം. താഴെ പാദത്തെ മുട്ടുമ്പോൾ ആംഗിൾ അഥവാ കോൺ 90 ഡിഗ്രി ആയിരിക്കണം. നോക്കാം, അതവിടെ എഴുതി കാണിച്ച് നമ്മൾ ബേസിലേക്കുള്ള ലംബ ദൂരം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ചുവട്ടിൽ വന്ന് പാദത്തിൽ ബേസിൽ മുട്ടുമ്പോൾ അത് 90 ഡിഗ്രി വരണം. അതാണ് പെർപെൻഡിക്കുലർ. ലംബം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, അത് 6 സെൻറ്റിമീറ്റർ ആണ്. ചുവന്ന വര വെച്ച് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? സമവാക്യം ഓർമ്മയുണ്ടല്ലോ. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്ന ബേസ് 4 ഇൻറ്റു എച്ച്, ഹൈറ്റ് എന്ന് പറയുന്നത് 6. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 6 അല്ലേ? ഏരിയ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 6. 4 ഇൻറ്റു 6 നമുക്കറിയാം 24 ആണ്. 6 4 24. അതിൻ്റെ ഹാഫ് 12 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ബേസും ഹൈറ്റും മാത്രമേ ഉള്ളൂ എന്ന് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ 6 4 24, അതിൻ്റെ പകുതി 12 അല്ലേ? ഇനി മറ്റൊരു ത്രികോണം നോക്കാം. ഇത്
ഇതിന്റെ ബേസ് എത്രയാണ്? ഇതല്ലേ ചുമന്ന വരയ്ക്ക് വരച്ചത്? അത് 6 സെന്റിമീറ്റർ ആണ് അല്ലേ? ഉയരം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ള ലംബ ദൂരം, ടോപ്പ് വെർട്ടെക്സ്, മുകളിലത്തെ മൂല, ഇതിന് താഴേക്കുള്ള ലംബ ദൂരം അത് 4 സെന്റിമീറ്റർ ആണ്. ഈ പരപ്പളവ് നമുക്കറിയാലോ. ഏരിയ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതായത് ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4. 6 ഇൻറ്റു 4 24, ഹാഫ് ഇൻറ്റു 24 12 സെന്റിമീറ്റർ സ്ക്വയർ. 12 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. അത് 6 4 24ന്റെ പകുതിയാണ്. പാദം അഥവാ ബേസ്, ഹൈറ്റ് അഥവാ ഉന്നതിയായിട്ട് മാത്രമേ അത് ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ഇനി വേറൊരു ട്രയാങ്കിൾ നോക്കാം. ഇത് വേറെ രീതിയിലുള്ളതാണ്. 2 സമാന്തര വരകൾ വന്നിരിക്കുന്നു. അതിനിടയിലുള്ള ഒരു ത്രികോണം, പാരലൽ ലൈൻസ് ആണ് അല്ലേ? ഇവിടെ നോക്കിയാൽ കാണാം. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത നമുക്കറിയാം. അവയ്ക്കിടയിലുള്ള അകലം എപ്പോഴും തുല്യമായിരിക്കും. ലംബ ദൂരം എപ്പോഴും തുല്യമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പാരലൽ ലൈൻസ്, സമാന്തര വരകൾ വരയ്ക്കുന്നത്. ഈ അകലം 2 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 2 സമാന്തര വരകൾ, പാരലൽ ലൈൻസ്, അവയ്ക്കിടയിലുള്ള അകലം 2 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിനിടയിൽ ഒരു ത്രികോണം, പാദം 4 സെന്റിമീറ്റർ, ഒരു കോൺ തന്നിരിക്കുന്നു 130 ഡിഗ്രി, താഴത്തെ വശത്ത് നിന്ന് മുകളിലേക്കുള്ള ദൂരം 3 സെന്റിമീറ്റർ. അപ്പൊ ഇത് കാണുമ്പോൾ ഇതിന്റെ പാദം നമുക്ക് കൃത്യമായി മനസ്സിലാവും. 4 സെന്റിമീറ്റർ ആണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇനി ഉയരം വരുമ്പോൾ കൃത്യമായ ധാരണയില്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും, സംശയം തോന്നും. ഈ 2 സെന്റിമീറ്റർ ആണോ 3 സെന്റിമീറ്റർ ആണോ എന്നായിരിക്കും ആ സംശയം. ആ ചെരിഞ്ഞ വര 3 സെന്റിമീറ്ററിന് തന്നിരിക്കുന്നു. അത് ചെരിഞ്ഞതാണ്. നമുക്കറിയാം ഉയരം എന്ന് പറയുന്ന ലംബ ദൂരം വരണം. നേരെ താഴേക്ക് വരുന്ന, താഴെ പാദത്തിന്റെ ലെവലിലുള്ള വരയായിട്ട് വരുമ്പോൾ 90 ഡിഗ്രി വന്നാലേ അത് എന്താകൂ? ഉയരമാകൂ അല്ലേ? ഹൈറ്റ് ആകുള്ളൂ. അപ്പൊ ഇവിടെ ഇത് തമ്മിലുള്ള അകലം 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ളത്. അതുകൊണ്ട് അത് തന്നെ ആയിരിക്കും ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഇവിടെ കണ്ടു 2 സെന്റിമീറ്റർ ആണ് അവിടെ വന്നിരിക്കുന്നത്. അതേ ഹൈറ്റല്ലേ ഇപ്പറയും വരുന്നതെന്ന് നോക്കിയേ, കണ്ടോ? അതെല്ലോ, രണ്ടും ഒരേ ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ 2 സെന്റിമീറ്റർ തന്നെയാണെന്ന് കാണാം. അപ്പോൾ ഉയരം 2 സെന്റിമീറ്റർ. ബാക്കി നമുക്കറിയാലോ. എങ്ങനെയാണ് അതിന്റെ പരപ്പളവ് കാണുക, ഏരിയ കാണുക? ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 2. 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8, അതിന്റെ ഹാഫ് അല്ലേ? 4 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 3 ട്രയാങ്കിൾസിന്റെ ഏരിയ നമ്മളൊരു കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ശ്രദ്ധിച്ച കാര്യം, നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യം, ഇതിനെ ബാധിക്കുന്ന 2 ഘടകങ്ങളേ ഉള്ളൂ. ത്രികോണങ്ങൾ എങ്ങനെ ഇരുന്നാലും അതിനെ ബാധിക്കുന്ന, ട്രയാങ്കിൾസിനെ ബാധിക്കുന്ന 2 ഘടകങ്ങൾ അതിന്റെ ബേസും ഹൈറ്റും മാത്രമാണ്. ബേസ് എത്ര, ഹൈറ്റ് എത്ര എന്ന് നോക്കുക. അത് ഗുണിച്ചതിന്റെ, അതിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ പകുതി, അതായിരിക്കും ത്രികോണത്തിന്റെ പരപ്പളവ്. അത്രയും വ്യക്തമായല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണുക. ഇനി നമുക്ക് 2 സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ഒന്ന് നോക്കാം. ഇങ്ങനെ വരുന്നതാണ് സമാന്തര വരകൾ. നമുക്കറിയാം ഇതിന്റെ പ്രത്യേകത, ഒന്നിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും അടുത്ത വര പോവുക. എവിടെ നോക്കിയാലും ആ തിരശ്ചീന അകലം എന്ന് പറയുന്നത്, ഇത്തനെയുള്ള അകലം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇനി നമ്മൾ ആ അകലം കണ്ടുപിടിച്ചു. അതേ അകലം തന്നെയാണ് ഇങ്ങേയറ്റം വരെ പോകുമ്പോൾ ഉള്ളത്. നോക്കിയാൽ കാണാം, ശ്രദ്ധിച്ചോ.
കണ്ടോ, ഒരേ അകലമാണ് താഴെ വരെ. ഇനി താഴത്തെ വര 6 സെന്റിമീറ്റർ ആണ്. ഇവ തമ്മിലുള്ള ലംബ ദൂരം, അതായത് പാരലൽ ലൈൻസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇത് 6, താഴത്തെ വര 6, അവ തമ്മിലുള്ള ലംബ ദൂരം 5. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ പോവാണ്. നോക്കാം. കണ്ടല്ലോ, ഇതിൽ നമ്മളൊരു ട്രയാങ്കിൾ നിർമ്മിച്ചു. ഇനി ഇതിൻ്റെ പാദം നമ്മൾ കണ്ടു 6 സെന്റിമീറ്റർ, ഉയരം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ. ഇനി ഇതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? ബേസ് ഇൻറ്റു ഹൈറ്റ്, 6 × 30, അതിൻ്റെ പകുതി 15 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. നോക്കാം. 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 1/2 × 6 × 5 അല്ലേ? ഇനി നമുക്ക് ഇതേ തന്നെ വേറെ ഒരു ട്രയാങ്കിളോട് നിർമ്മിച്ച് നോക്കാം. ബേസ് മാറ്റമില്ലാതെ, 6 എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല, അതേ അളവ് തന്നെ വരുന്ന പോലെ ഒരു ട്രയാങ്കിൾ നിർമ്മിച്ച് നോക്കാം. കണ്ടല്ലോ, ചുവന്ന ട്രയാങ്കിൾ. അതിൻ്റെ ബേസ് നോക്കിയാൽ കാണാം, നമുക്ക് 6 സെന്റിമീറ്റർ തന്നെയാണ്, മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഹൈറ്റോ, ഈ ട്രയാങ്കിൾ ഇച്ചിരി ചെരിഞ്ഞിരിക്കുന്നുണ്ട്, നമുക്ക് സംശയം തോന്നും. ആ തിരശ്ചീന വരേന്ന് അങ്ങോട്ടൊരു വര നേരെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ അത് ഒരേ നീളത്തിലാണല്ലോ, 5 എന്നുള്ളതിന് മാറ്റമില്ല, അതല്ലേ ഹൈറ്റ്. ഒന്ന് നോക്കിയേ, 5 സെന്റിമീറ്റർ തന്നെയാണ്. നോക്കിയാൽ കാണാം, ഒരു വര നീങ്ങുന്നത് കണ്ടോ, സെയിം ആണ്. താഴെ വരെയുള്ളത് അതേ വരെയാണ്, 5 സെന്റിമീറ്റർ വരും അല്ലേ? അപ്പം ഇനി പരപ്പളവോ പഴയ പോലെ തന്നെ, 1/2 × 6 × 5, 6 × 5 30, അതിൻ്റെ ഹാഫ് 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം രണ്ടാമത്തെ ട്രയാങ്കിൾ സെയിം ബേസും ഹൈറ്റുമായിട്ട് വരച്ച രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. രണ്ട് ട്രയാങ്കിൾസ് വരച്ചു, രണ്ടിൻ്റെയും ബേസ് സെയിം ആയിരുന്നു. അത് വരച്ചത് മേളിലത്തെ വെർട്ടക്സിൽ കൂടെ പോയ ഒരു വരയിൽ ടോപ്പ് വരുന്ന പോലെ രണ്ട് വരച്ചേക്കുന്നത് അല്ലേ? അത് ശ്രദ്ധിച്ചോണം. മേളിലത്തെ വെർട്ടക്സിൽ കൂടെ, ആദ്യത്തെ ട്രയാങ്കിളിന്റെ മുകളിലത്തെ വെർട്ടക്സിൽ കൂടെ പോയ ലൈൻ, പാരലൽ ലൈന്, അതിൽ തന്നെ ടോപ്പ് വെർട്ടക്സ് വരുന്ന പോലെ വരച്ചിരിക്കുന്നത് രണ്ടാമത്തത്. ഇനി ഒരെണ്ണം കൂടെ വരച്ച് നോക്കിയാലോ? നോക്കാം. ഈ ഹൈറ്റ് നമുക്കറിയാം, എത്രയാ? 5 തന്നെയാണ്. പാരലൽ ലൈൻസിന്റെ ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും എന്ന് പറയാനാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഈ ചുമന്ന വര കാണുന്നത് അത് 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. മൂന്നാമത് ട്രയാങ്കിൾ കൂടി നോക്കാം, പച്ച ട്രയാങ്കിൾ. അപ്പം അതിൻ്റെ ബേസ് 6 തന്നെ ആയിരിക്കും. ഹൈറ്റ് എത്രയായിരിക്കും? ആ ചുവന്ന വര നോക്കുക, അത് 5 അല്ലേ? അപ്പം 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഈ 3 ട്രയാങ്കിൾ ഒരേ ഹൈറ്റിലായിരിക്കും അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഉണ്ടോ? ഒരു വര ഇങ്ങോട്ട് ഓടി വന്നേ, ഒരേ ഹൈറ്റിൽ നിന്നാണ് വന്നത്, സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട്. ഇനി അങ്ങേറ്റം വരെ ഒരേ ഹൈറ്റ് ആയിരിക്കും. അപ്പം ഏരിയ എന്ന് പറയുന്നത് 1/2 × ബേസ്, 6 × ഹൈറ്റ് അഥവാ ഉയരം 5, 6 × 30, 30ന്റെ പകുതി 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പച്ച ട്രയാങ്കിളിന്റെ ഏരിയ. കണ്ടോ, ഒരേ ഹൈറ്റ് ആണെന്നാണ് ഞാൻ ഇപ്പം കാണിച്ചത്. ഇത് 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇപ്പം എന്ത് മനസ്സിലായി? 3 ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആണെന്ന് മനസ്സിലായല്ലോ. ഒരേ ബേസും അഥവാ പാദവും ബേസിന് പാരലായി സമാന്തരമായി വരയ്ക്കുന്ന വരയിൽ മൂന്നാമത്തെ വെർട്ടക്സും ഉള്ള, മൂന്നാമത്തെ മൂല അതുള്ള എല്ലാ ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആയിരിക്കും അല്ലേ? എല്ലാ ട്രയാങ്കിൾസിനും ഒരേ ഏരിയ അഥവാ പരപ്പളവാണ് ആണല്ലോ. ഇനി നോക്കിയേ, ഇത് നമ്മൾ എന്താ മനസ്സിലാക്കുക? അതായത് ഒരേ ബേസും
മൂന്നാമത്തെ മൂലകൾ അല്ലെങ്കിൽ വെർട്ടിസസ്, ബേസിന് സമാന്തരമായ വര, പാരലലായിട്ട് വരുന്ന വര, അതിലുമായ എല്ലാ ട്രയാങ്കിൾസിന്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തുല്യമായിരിക്കും. ഇതൊരു തത്വമാണ്. ഒരേ ബേസും ബേസിന് പാരലലായിട്ട് വരുന്ന വരയിലെവിടെയും മൂന്നാമത്തെ മൂല്യം വന്നാൽ ആ ത്രികോണങ്ങളുടെ ട്രയാങ്കിൾസിന്റെ എല്ലാം പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തുല്യമായിരിക്കും. അത് വേറൊരു വിധത്തിലും പറയാം. എങ്ങനെ പറയാം? ഒരേ ബേസും ഒരേ ഏരിയയുമാണെന്ന് വെച്ചു. ഒരേ ബേസ് ആണ്, ഈ ട്രയാങ്കിൾസിനെല്ലാം ഒരേ ഏരിയയുമാണ്. അങ്ങനെയാണ് ട്രയാങ്കിൾസ് വരുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? അതിന്റെ മൂന്നാമത്തെ വെർട്ടിസസ്, ടോപ്പിൽ വരുന്ന മൂലകൾ ബേസിന് പാരലലായ അല്ലെങ്കിൽ സമാന്തരമായ ഒരു വരയിലേ വരുള്ളൂ. ഒരേ ബേസും ഒരേ ഏരിയയും ആണെങ്കിൽ അതിന്റെ തേർഡ് വെർട്ടിസസ് ബേസിന് പാരലലായ ഒരു വരയിലേ വരൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി. രണ്ട് വിധത്തിൽ അത് പറയാം. ഒരേ ബേസും ബേസിന് സമാന്തരമായ ഒരു വരയിൽ മൂന്നാമത്തെ മൂലകളും വരുന്ന ട്രയാങ്കിൾസിന് ഒരേ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആയിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഒരേ ബേസും ഒരേ ഏരിയയുമായ ട്രയാങ്കിൾസിന്റെ എല്ലാം മൂന്നാമത്തെ മൂല അത് ബേസിന് പാദത്തിന് സമാന്തരമായ ഒരു വരയിൽ ആയിരിക്കും. വ്യക്തമായോ? നമുക്കിനി ഇത് ജിയോജിബ്രയിൽ ചെയ്തേക്കുന്ന ഒരു വീഡിയോയിൽ നോക്കാം. അപ്പൊ അത് ഒന്നുകൂടെ വ്യക്തമാകും. ടോപ്പ് വെർട്ടെക്സ് സി ആണ്. എ ബിക്ക് പാരലലായ ഒരു വരയിലാണ് സി സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി സി എന്ന് പറയുന്ന പോയിന്റിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. എന്നാ സംഭവിക്കുന്നതെന്ന് കാണാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സി മൂവ് ചെയ്യുന്നുണ്ട്. ഏരിയ ശ്രദ്ധിച്ചാൽ അതിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്ന് കാണാം. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയിൽ യാതൊരു മാറ്റവും വരാതെ തന്നെ ആണ് ടോപ്പ് വെർട്ടെക്സ് സി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതെന്ന് കാണാം. കണ്ട, യാതൊരുവിധ മാറ്റവും അതിന്റെ ഏരിയയ്ക്ക് വരുന്നില്ല. ഇനി രണ്ട് ത്രികോണങ്ങളായാലോ? നമുക്ക് രണ്ട് ത്രികോണങ്ങൾ ഒരുമിച്ച് ഒന്ന് നേരത്തെ വരച്ച അതേ രീതിയിൽ മൂവ് ചെയ്യിച്ച് നോക്കാം. ഇപ്പൊ രണ്ട് ത്രികോണങ്ങളുണ്ട്, എ ബി സിയും എ ബി ജിയും. രണ്ടിന്റെയും ടോപ്പ് വെർട്ടെക്സ് ഒരേ ഇതിലായതുകൊണ്ട് രണ്ടിന്റെയും ഏരിയ സെയിം ആണ്. മൂവ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് വെച്ച് രണ്ടും ഒരുപോലെ ആവും. കണ്ടോ, കിടന്നുപോയി. യാതൊരുവിധ മാറ്റവും വരാതെയാണ്, ഏരിയയിൽ വരാതെയാണ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന സെയിം ബേസും അതിന് പാരലലായ ഒരു വര മേളിലുമുണ്ട്. അതിൽ മൂന്നാമത്തെ വെർട്ടെക്സ് സിയും ജിയും വന്നേക്കുന്ന ഈ ട്രയാങ്കിൾസിന്റെ മൂവ്മെന്റിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് കാണാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു പൊതുതത്വമായി നമുക്ക് പറയാം. സാമാന്യമായിട്ട് പറഞ്ഞാൽ all triangles with the same base and area have their third vertices on a line parallel to the base. Conversely, all triangles with the same base and the third vertex on a line parallel to the base have the same area. ശ്രദ്ധിച്ചു വായിച്ചാലേ മനസ്സിലാവൂ. all triangles with the same base and area, ഒരേ ബേസും ഏരിയയുമുള്ള ട്രയാങ്കിൾസ് have their third vertices, അവയുടെ മൂന്നാമത്തെ മൂല on a parallel line to the base, ബേസിന് പാരലലായ ഒരു വരയിലായിരിക്കും. കോൺവേഴ്സ്ലി നമ്മൾ തിരിച്ചു പറഞ്ഞാൽ all triangles with the same base and third vertex on a line parallel to the base, സെയിം ബേസും മൂന്നാമത്തെ വെർട്ടെക്സ് മൂല അതിന് പാരലലായ ഒരു വരയിലും ഉള്ള ട്രയാങ്കിൾസിന്റെ എല്ലാം ഹാവ് ദി സെയിം ഏരിയ സെയിം ആയിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം
മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ്. മറിച്ച് ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. വ്യക്തമായല്ലോ? ഇതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. മനസ്സിലാണല്ലോ? ആകുന്നുണ്ടല്ലോ? നോക്കാം. ഇനി ചില പ്രായോഗിക ഉപയോഗങ്ങൾ നോക്കാം ഇതിൻ്റെ. Draw a triangle of sides 4 cm, 5 cm and 6 cm. ഒരു ത്രികോണം വരയ്ക്കണം, ട്രയാങ്കിൾ. അതിൻ്റെ വശങ്ങൾ, സൈഡുകൾ 4 cm, 5 cm, 6 cm എന്നിങ്ങനെ ആയിരിക്കണം. 6 cm ബേസ്, 2 സൈഡ്സ് 4ഉം 5ഉം വരുന്ന പോലെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി ഇതേ ബേസ് ഏരിയയുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കണം. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ സമപാർശ്വ ത്രികോണം അല്ലേ? സമപാർശ്വ ത്രികോണം, 2 വശങ്ങൾ തുല്യമായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ബേസ് സെയിം ആയിരിക്കണം, ഏരിയയും ഇതിൻ്റെ ഇതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ, അതായത് സമപാർശ്വ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ മൂല, മുകളിലത്തെ മൂലയിൽ നിന്ന് താഴേക്കുള്ള വര ആ ബേസിനെ, പാദത്തിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ തുല്യമായും ഭാഗിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. ഇതിന്റെ തുല്യമായിട്ട് ആറിനെ പാദത്തിനെ തുല്യമായിട്ട് ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ വരണം? 6ന്റെ ബേസിനെ അല്ലേ തുല്യമായിട്ട് ഭാഗിക്കുന്നത്. മൂന്നാമത്തെ മൂല മേളിൽ എവിടെ വന്നാൽ ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആവും, സമപാർശ്വമാകും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഐസോസെലസ് ആണെങ്കിൽ മൂന്നാമത്തെ മൂലയിൽ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുന്ന, ലംബമായി വരയ്ക്കുന്ന വര താഴത്തെ വരയുടെ ഈ 6 സെന്റിമീറ്റർ എന്ന് കാണിച്ചേക്കുന്നതിൻ്റെ കൃത്യം നടുക്ക് വരണം. അതായത് 3 സെന്റിമീറ്ററിൽ വരണം. അതാണല്ലോ 6ന്റെ നടുക്ക്. അതായത് ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരിക, കൃത്യം നടുക്കൂടെ ഒരു വര. അപ്പോൾ ആ ചുമന്ന വര ഇപ്പം കണ്ടല്ലോ, അത് വരുന്നിടത്താണ് മേളിലത്തെ മൂല വരേണ്ടത്. എന്നാലേ ഇത് സമപാർശ്വം ആകുള്ളൂ. 2 വശവും തുല്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മേളിലത്തെ മൂലയിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന വര ഈ 6 സെന്റിമീറ്ററിനെ നടുക്കൂടെ ഭാഗിക്കും, 3 വരണം. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ നമുക്കത് ശരിയാകും. 3 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ വല്ലതും വെച്ചിട്ട് വരച്ചാലും മതി. 3 സെന്റിമീറ്റർ എടുത്തിട്ട് 90 ഡിഗ്രി ആംഗിൾ വരുന്ന പോലെ മുകളിലേക്ക് വരയ്ക്കണം. അതിന് വിവിധ മാർഗങ്ങളുണ്ട്, നിങ്ങൾക്ക് എളുപ്പമുള്ള പോലെ വരച്ച് നോക്കണം. ഇനി ഇവിടെയാണ് ആ മൂല വരുന്നത്, മൂന്നാമത്തെ മൂല അല്ലേ? ഇത് മുമ്പേ കണ്ട ആ ചുമന്ന വര വരുന്നിടത്തേക്ക് വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബേസ് എടുക്കണം. ബേസിൻ്റെ പകുതി 3 സെന്റിമീറ്റർ വരുന്നിടം മാർക്ക് ചെയ്യണം. എന്നിട്ട് മേളിലേക്ക് സമാന്തരമായ ഒരു വര വരയ്ക്കണം. സമാന്തര വര വരയ്ക്കുമ്പോൾ അതിൽ അകലം എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണം. സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാം. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ടോപ്പ് എവിടെ വരുന്നതെന്ന് നോക്കിയിട്ട് 2 വശത്തായിട്ട് മാർക്ക് ചെയ്തിട്ട് വരച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു സമാന്തര വര വരയ്ക്കണം മേളത്തെ മൂലയിൽ കൂടെ. ആ മൂലയിൽ കൂടെ കൃത്യം വരച്ചത് എന്തിനാണ്? ടോപ്പ് വെർട്ടക്സിൽ കൂടെ ഏരിയയിൽ മാറ്റം വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി 3 സെന്റിമീറ്റർ വരുന്നിടത്തിൽ നിന്ന് നേരെ മേളിലേക്ക് ഒരു ലംബ വര അല്ലേ, പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഇങ്ങനെ വരും. 3 സെന്റിമീറ്റർ എടുത്തിട്ട് അവിടുന്ന് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരച്ചാൽ മതി, മുകളിലേക്ക് വരച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് 90 ഡിഗ്രി താഴെ വന്നോളൂ. ഇനി അതിലേക്ക് ഒരു വശം മുട്ടിക്കണം, ഇപ്പുറത്തോട്ടൊരു വശം വരുന്ന പോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഇപ്പോൾ പച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ ആണ്. അപ്പം അതിൻ്റെ ഏരിയ ആ നീല ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. കൂടാതെ ഐസോസെലസ് അഥവാ സമപാർശ്വ ത്രികോണവും ആയിരിക്കും. കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഐസോസെലസ് ആണ്. ഇങ്ങനെയാണത് വരയ്ക്കുന്നത്. അപ്പം നമ്മളിതിൽ അറിയേണ്ടത് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങളുടെ
ടോപ്പ് വെർട്ടക്സിൽ നിന്ന് താഴേക്കുള്ള വര അതിൻ്റെ ബേസിനെ ഈക്വലായിട്ട് ഭാഗിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. സെയിം ഏരിയ ആയിരിക്കും ഇത് നോക്കിക്കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? വരച്ച് നോക്കണം. പുസ്തകം എടുത്ത് നോട്ട്ബുക്ക് എടുത്തിട്ട് പെൻസിലും എടുത്ത് സെറ്റ് സ്ക്വയറും ഒക്കെ എടുത്ത് വരച്ച് നോക്കുക. ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം. 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് കോമ്പസ് എടുത്ത് 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ക്രോസ് ചെയ്യുന്നിടത്ത് അതൊക്കെ അറിയാലോ. നോക്കിക്കോണം. ഇനി പാഠപുസ്തകത്തിലെ ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പേജ് 11, അതിലെ 1-ാമത്തെ ചോദ്യം നോക്കിയേ. ഇതാണ് ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4 and 6 centimeters. Draw 3 different right triangles of the same area. ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ്സ് 3, 4, 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 3 ഡിഫറെൻ്റ് റൈറ്റ് ട്രയാങ്കിൾസ്, ഇതേ ഏരിയ ഉള്ള 3 വ്യത്യസ്തങ്ങളായ റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം. വശങ്ങളുടെ നീളം 3, 4, 6 സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള 3 വ്യത്യസ്ത മട്ട ത്രികോണങ്ങൾ വരയ്ക്കുക. അതാണ് നമ്മുടെ ജോലി. ആദ്യം എന്ത് ചെയ്യണം? 3, 4, 6 എന്ന വശങ്ങൾ വരുന്ന ത്രികോണം വരയ്ക്കണം. നോക്കാം അല്ലേ? ഇവിടെ നോക്കിയാൽ കാണാം, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ വരച്ചിരിക്കുന്നു. BC ബേസ് ആണ്. A ടോപ്പിൽ വന്നിരിക്കുന്നു. സൈഡ്സ് 3, 4, 6 ആണ് അല്ലേ? BC 6 വന്നിട്ടുണ്ട്, മറ്റേ 3, ഇത് 4. ഇനി BC ബേസിന് പാരലായി ഒരു വര നമ്മൾ വരച്ചു ടോപ്പ് വെർട്ടെക്സ് Aയിലൂടെ. ഇതേ പരപ്പളമുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. എന്നിട്ട് ബിയിൽ കൂടെ ഒരു ലംബമായ വര വരച്ച് അവിടെ ഒരു ട്രയാങ്കിൾ വരച്ചത് കൂട്ടിമുട്ടുന്നിടത്തൂടെ ഇങ്ങനെ വരച്ചു. BC ലംബം BCയിലൂടെ അപ്പോൾ ഒരു പച്ച നിറത്തിൽ കാണിച്ചു. അതിൻ്റെ ഏരിയ സെയിം ആയിരിക്കും അല്ലേ? ഏരിയ 7 തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ സെയിം ബേസും സെയിം ഹൈറ്റുമാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രിയും വരും. B എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയും വരും. അതൊന്നാമത്തത്. ഇനി ABക്ക് പാരലായിട്ട് സിയിലൂടെ ഒരു വര വരച്ചു. AB എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ ഒരു വര വരച്ചു. ഇനി എന്ത് ചെയ്തു? ബിയിലൂടെ അതിന് ലംബമായി ഒരു റൈറ്റ് ആംഗിൾ വരുന്നത് പോലെ പെർപെൻഡിക്കുലറായി ഒരു വര വരച്ചു. ഇനി അത് കൂട്ടിമുട്ടുന്നിടത്തോടെ ഒരു ട്രയാങ്കിൾ വരച്ചു. AB ബേസും മേളിലത്തെ മൂല കൂടെ ചേർത്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. ഇപ്പം നോക്കിയാൽ കാണാം, അതിൻ്റെ B എന്ന് പറയുന്ന ആംഗിൾ 90 ആണ്. അതുകൊണ്ട് അതും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് അല്ലേ? അതിൻ്റെ ഏരിയ സെയിം തന്നെയാണ്. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ വന്നു. ഇനി ഏത് വശം എടുക്കാനുള്ളത്? AC അഥവാ CA എന്ന് പറയുന്ന വശത്തോട് ഇനി നമ്മൾ വരയ്ക്കാനുണ്ട്. BCയുടെ ഓപ്പോസിറ്റ് വരച്ചു. ഇപ്പോൾ വരച്ചത് ABയുടെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ആംഗിൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട് 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിച്ചു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്, 3 എണ്ണം. അപ്പോൾ അത് 90 തന്നെയാണ്. അപ്പോൾ BCയുടെ ഓപ്പോസിറ്റ് Aയിലൂടെ വരച്ചു. ABയുടെ ഓപ്പോസിറ്റ് സിയിലൂടെ വരച്ചു. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ, ഏതാ? ACയുടെ ഓപ്പോസിറ്റ് B ഇപ്പോൾ വരച്ചു. ACയുടെ ഓപ്പോസിറ്റ് ബിയിലൂടെ ഒരു വര വരച്ചു. ഇനി സിയിലൂടെ ഒരു 90 ഡിഗ്രി വരുന്നത് പോലെ അല്ലേ? ആംഗിൾ C 90 വരുന്നത് പോലെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. എന്നിട്ട് അവിടെ ഒരു ട്രയാങ്കിൾ നിർമ്മിച്ചു. AC ബേസ് ആവുന്നത് പോലെ ഒരു ട്രയാങ്കിൾ നിർമ്മിച്ചു. അപ്പം 3-ാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. അതിൻ്റെ ഏരിയയും നമുക്ക് കാണാം. ABC എന്ന് പറയുന്നതിൻ്റെ ABC അല്ലത് ADC ആണ്. ADCയുടെ ഏരിയയായി 7 ആണ്. ABC എന്ന് പറയുന്ന ആദ്യത്തേൻ്റെ ഏരിയയായി 7 ആണ്. ഇപ്പോൾ എഴുതി കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അല്ലേ? ആദ്യത്തേൻ്റെ ഏരിയ 7 ആയിരുന്നു. ഇതിൻ്റെ ഏരിയയും 7 തന്നെ, ഒരേ ഏരിയ. ഇനി നമുക്കതിൻ്റെ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം.
എ സി ഡി അത് 90 ഡിഗ്രി വന്നിട്ടുണ്ട്. കണ്ടോ, അത് 90 ഡിഗ്രി വന്നു. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ 3 ട്രയാങ്കിൾസ് നിർമ്മിച്ചു കഴിഞ്ഞു. എ ബി സിയിൽ നിന്ന് 3 വരച്ചു. ബി സി ബേസായി, എ ബി ബേസായി, എ സി ബേസായി കരുതി അതിൻ്റെ എല്ലാ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെയാണ് നമ്മളിത് വരച്ചത്. ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. അത് വീഡിയോ 2-3 തവണ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ക്ലിയർ ആവും, വരച്ച് നോക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, പേജ് 11 രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? ഡ്രോ ദി ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. എ ബി സി എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ട്രയാങ്കിൾ, ത്രികോണം നമ്മുടെ നോട്ട്ബുക്കിൽ വരയ്ക്കണം. അതിൻ്റെ ആംഗിൾ എ 60 ഡിഗ്രി ആയിരിക്കണം. വരയ്ക്കാൻ അറിയാലോ. 7 സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി വരയ്ക്കണം. ആംഗിൾ എ 60 ഡിഗ്രി വരുന്ന പോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിലൂടെ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ എ സി വരയ്ക്കണം. ബിയും സിയും യോജിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡ്രോ ട്രയാങ്കിൾ എ ബി പി. എ ബിന്ന് പി എന്ന് പറയുന്ന വേറൊരു പോയിന്റ് വരുന്ന പോലെ വേറൊരു ട്രയാങ്കിൾ, ബി സിയിൽ നിന്ന് ക്യൂ വരുന്ന പോലെ വേറൊരു ട്രയാങ്കിൾ, സി എയിൽ നിന്ന് ആർ വരുന്നത് പോലെ വേറൊരു ട്രയാങ്കിൾ. ഇതിൻ്റെ എല്ലാം സെയിം ഏരിയ ആയിരിക്കണം, അല്ലേ? ഇപ്പം മുകളിൽ കൂടെ എതിർ മൂലയിലൂടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. വേറെ ചില കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ആംഗിൾ ബി എ പി 90 ഡിഗ്രി ആയിരിക്കണം. രണ്ടാമത്തെ വരയ്ക്കുമ്പോൾ ആംഗിൾ ബി സി ക്യു 60 ഡിഗ്രി ആയിരിക്കണം. മൂന്നാമത്തെ വരയ്ക്കുമ്പോൾ ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആയിരിക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തേത് നോക്കാം, അല്ലേ? ഇതാണ് ട്രയാങ്കിൾ എ ബി സി. 7 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ബി പി എന്ന ത്രികോണം കോൺ ബി എ പി 90 ഡിഗ്രിയായി വരയ്ക്കണം. എ ബി പി എന്നൊരു ട്രയാങ്കിൾ വേണം. അതിൻ്റെ പരപ്പളവ് ഏരിയ ഇതിന് തുല്യമായിരിക്കണം. അപ്പം എ ബി പി വരണമെങ്കിൽ മേളിൽ സി വന്നേക്കുന്നതിലൂടെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കണം, അല്ലേ? എ ബിയുടെ ഓപ്പോസിറ്റ്. എ ബി ഇവിടെ തന്നെ ഉണ്ടല്ലോ. പോയിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ് സിയിലൂടെ ഒരു പാരലൽ വര വരയ്ക്കുകയാണ് വേണ്ടത്. നോക്കാം. ഇത് വരച്ചു. ഇനിയത്തെ കണ്ടീഷൻ എന്താ? ബി എ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവണം. എന്ന് പറഞ്ഞാൽ ബി എ പി എയിൽ നിന്ന് 90 ഡിഗ്രി നേരെ മുകളിലേക്ക് വരയ്ക്കണം. നല്ല ബി എ പി വരുള്ളൂ. അത് മേളിൽ ചെന്ന് എവിടെ മുട്ടുന്നതെന്ന് നോക്കണം. ഇപ്പോൾ വരച്ച പാരലൽ ലൈനിൽ എവിടെ പോയി കൂട്ടിമുട്ടുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ബി എ പി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ആംഗിളാണ് 90 ഡിഗ്രി വരേണ്ടത്. അതിന് എയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വരച്ചാൽ മതി, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരച്ചാലും മതി. നോക്കാം. കണ്ടോ? അപ്പോൾ എ എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രി ആയി. അത് പോയി മുട്ടിയ പോയിന്റിന് നമ്മൾ പി എന്ന് പേരിട്ടു. മറ്റേ നമ്മൾ മുട്ടിയില്ലേ, അത് പി എന്ന് പേരിട്ടു. അപ്പോൾ ബി എ പി കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യണം? ട്രയാങ്കിൾ വരാൻ അതെ ബി പി യോജിപ്പിക്കണം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി, ബി എ പി. അതിലെ ആംഗിൾ എ നോക്കിയേ, അത് 90 ഡിഗ്രിയാണ്. ഇതാണ് ട്രയാങ്കിൾ. വ്യക്തമായല്ലോ. ഇനി എന്താ? അത് 90 ഡിഗ്രിയാണ്. ഇനി എന്താ വേണ്ടത്? രണ്ടാമത്തത് എന്തായിരുന്നു ചോദ്യം? ഇതേ ട്രയാങ്കിളിൽ തന്നെ ബി സി ക്യു എന്ന ട്രയാങ്കിൾ കോൺ ബി സി ക്യു 60 ഡിഗ്രി ആയിട്ട് വരയ്ക്കണം. അപ്പം ബി സി ഇതിലുണ്ട്, അല്ലേ? മേളിലത്തെ ആ അളവ് തന്നിട്ടില്ലാത്ത 1,7 1,5 ആണെന്നറിയാലോ. അളവ് തന്നിട്ടില്ലാത്ത വരയാണ് ബി സി. അപ്പം അത് ബേസ് ആക്കി അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്
ബി സിയുടെ ഓപ്പോസിറ്റ് ഏതാ? 60 ഡിഗ്രി വരുന്ന എ അല്ലേ? എയിലൂടെ വേണം വരയ്ക്കാൻ. ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന എ എന്ന പോയിന്റിലൂടെ ഒരു ബി സിയുടെ സമാന്തരമായ പാരലലായ വര വരയ്ക്കണം. ബി സി അതാണ് ബേസ്. അതിന് പാരലലായ വര വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? ബി സിക്ക് പാരലലായിട്ടൊരു വര വരച്ചു. ഇത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം പാരലൽ വര. ഇനി എന്ത് ചെയ്യണം? ബി സി ക്യു 60 ഡിഗ്രിയാണ്. ബി സി ക്യു എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് 60 ഡിഗ്രി അളന്ന് താഴോട്ടൊരു വര വരയ്ക്കുകയാണ് വേണ്ടത്. സിയില് നമ്മുടെ പോയിന്റ് അളക്കണം. 60 ഡിഗ്രി അളന്ന് താഴോട്ട് വരയ്ക്കണം. നോക്കാം. ഇങ്ങനെ മട്ട ഉപയോഗിച്ച് ഇത് കൃത്യമായിട്ട് അളന്ന് വരയ്ക്കണം. അത് 60 ഡിഗ്രി ആയിരിക്കണം. അത് താഴെ വരുന്ന വരയിൽ പോയി മുട്ടും. അതിനെ നമ്മൾ ക്യൂ എന്ന് വിളിക്കും. അത് 60 ഡിഗ്രി ആയിരിക്കണം. ഈ പോയിന്റ് ക്യൂ ആയിരിക്കണം അല്ലേ? അപ്പോൾ ബി സി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ബി ക്യൂ, ക്യൂവിൽ നിന്ന് ബിയിലേക്ക് ഒരു വര വരച്ചാൽ അവിടെ ഒരു ട്രയാങ്കിൾ വരും. ഒന്നല്ലോ, ഈ ട്രയാങ്കിളിന്റെ പേരാണ് ബി സി ക്യൂ. ഇനി ബി സി ക്യൂ എന്ന് പറയുന്ന കോൺ നോക്കിയാൽ 60 ഡിഗ്രി വേണം എന്ന് കാണാം. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ട രണ്ടാമത്തെ ട്രയാങ്കിൾ അഥവാ ത്രികോണം. ഒന്നുകൊണ്ടില്ലായിരുന്നോ? ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഇത് എന്താ? ACR എന്ന് പറയുന്ന ട്രയാങ്കിള് ആംഗിൾ ACR 30 ഡിഗ്രി ആകുന്ന പോലെ വരയ്ക്കണം. അപ്പൊ ഇതിൽ AC എന്ന് പറയുന്ന വശത്തിന്റെ സൈഡിന്റെ ഓപ്പോസിറ്റ് 5 സെന്റിമീറ്റർ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ബിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. ACക്ക് പാരലലായി ബിയിലൂടെ വരയ്ക്കണം. AC അതിങ്ങനെ ഇച്ചിരി നീട്ടി വരച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളും ആംഗിള് 30 ഡിഗ്രി ആയതുകൊണ്ട് കുറെ നീളത്തിലുള്ള വരയിലേ പോയി മുട്ടുള്ളൂ. വരച്ചു വരുമ്പം കാണാം. ഇനി അതിന് ഒരു പാരലൽ ലൈൻ ഇവിടെ വരച്ചു, ബിയിലൂടെ വരച്ചു. ACക്ക് പാരലലായി ബിയിലൂടെ. ഇനി സിയിൽ നിന്ന് മട്ട ഉപയോഗിച്ച് 30 ഡിഗ്രി അളന്ന് താഴോട്ട് വരയ്ക്കണം അല്ലേ? എയും സിയും ഉണ്ട്. നമുക്ക് വേണ്ട R ആണ്. ഇപ്പൊ വരച്ച നീളമുള്ള വരയിൽ എവിടെയും R എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതിന് സിയിൽ നിന്ന് 30 ഡിഗ്രി അളക്കണം. 30 ഡിഗ്രി അളന്ന് താഴോട്ട് വരച്ചു. അത് ഏറ്റവും താഴെയാണ് വന്ന് മുട്ടിയേക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു അത് ഇച്ചിരി നീളം വേണ്ടി വരും. താഴെ ചെന്ന് മുട്ടി. ഇപ്പൊ AC ആയി. ആ ആംഗിള് 30 ഡിഗ്രിയാണ്. ഈ പോയിന്റിന് R എന്ന് പേരിട്ടു. ഇനി AR യോജിപ്പിക്കണം. AR യോജിപ്പിച്ചു. ഇപ്പൊ കിട്ടിയ ട്രയാങ്കിൾ ആണ് ACR. അതിന്റെ ആംഗിൾ C 30 ഡിഗ്രിയുമാണ്. ഇതാണ് ആ ട്രയാങ്കിൾ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. അതിന്റെ 3 സെക്ഷനും നമ്മൾ ചെയ്തു. ഒന്നുകൂടെ നോക്കി ക്ലിയർ ആക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഇനി എന്താ വേണ്ടേ? അടുത്ത ചോദ്യം പേജ് 12 അടുത്ത പേജില് ആദ്യത്തെ 3ാമത്തെ ചോദ്യം. Draw a circle and a triangle with one vertex at the center of the circle and the other two on the circle. Draw another triangle of the same area with all 3 vertices on the circle. മനസ്സിലായോ? ഒരു സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിലൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനകത്ത് എങ്ങനെ വേണം? വിത്ത് 1 വെർട്ടെക്സ് അറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. അതിന്റെ ഒരു വെർട്ടെക്സ് സർക്കിളിന്റെ സെന്ററിലായിരിക്കണം. സെന്ററിൽ നിന്ന് തുടങ്ങണം. ബാക്കി 2 എവിടെ വരണം? സർക്കിളിൽ എവിടെയെങ്കിലും വന്നാൽ മതി അല്ലേ? അപ്പൊ സർക്കിളിൽ എവിടെയെങ്കിലും 2 പോയിന്റ് ഇട്ടിട്ട് അത് രണ്ടും സെന്ററിലോട്ട് മുട്ടിച്ചാൽ മതി. എന്നിട്ട് വേറൊന്നും കൂടെ വരയ്ക്കണം. സെയിം ഏരിയ ആയിരിക്കുകയും വേണം. പക്ഷെ സെന്ററിലെ വെർട്ടെക്സ് പറ്റിയല്ല. 3 വെർട്ടെക്സും സർക്കിളിൽ തന്നെ ആയിരിക്കണം. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വൃത്തം വരച്ച് അതിലെ 2 ബിന്ദുക്കളും വൃത്തകേന്ദ്രവും മൂലകളായി ഒരു ത്രികോണം വരയ്ക്കുക. വൃത്തത്തിൽ 2 ബിന്ദുക്കൾ ഇടുക, അതിനെ കേന്ദ്രമായിട്ട് വൃത്തകേന്ദ്രമായിട്ട് യോജിപ്പിക്കുക. അപ്പൊ ഒരു ത്രികോണം കിട്ടും.
ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം ഇതേ ഏരിയയിൽ വേറൊന്നും കൂടെ വരയ്ക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ, സെന്ററിലെ മൂല വരാൻ പാടില്ല. പിന്നെ എവിടെ വരണം? എല്ലാ മൂലകളും വൃത്തത്തിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ വരണം വരയ്ക്കുക. നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സർക്കിളാണ്. കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ 2 പോയിന്റ്സ് അടയാളപ്പെടുത്തണം. ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്കത് ചോട്ടിലായിട്ട് വരുന്നതാണ് നല്ലത്, ഇതുപോലെ. എന്നിട്ട് അതിനെ 3നെയും കൂടെ ചേർത്ത് വരച്ചാൽ ഒരു ട്രയാങ്കിൾ കിട്ടും. പെൻസിലും സ്കെയിലും എടുത്തിട്ട് യോജിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതേ ഏരിയയിൽ വരയ്ക്കണം. പക്ഷെ ഒരു വെർട്ടെക്സ് വൃത്തത്തിലായിരിക്കണം. അപ്പം താഴത്തെ വശത്തിന് സമാന്തരമായി പാരലലായി മേളിൽ കൂടെ ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് ആ വര വൃത്തമായിട്ട് മുട്ടുന്ന ഭാഗത്ത് ഒരു അടയാളം ഇടുന്നു. എന്നിട്ട് അതിലോട്ട് ചേർത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പം ഈ വരച്ച ട്രയാങ്കിളിൻ്റെ ഇപ്പം നീല നിറത്തിൽ കണ്ടില്ലേ, ഏരിയ സെയിം ആയിരിക്കും ആദ്യത്തേതിന്. കാര്യം എന്താ? സെയിം ബേസ് ആണ്. ബേസിന് പാരലലായിട്ട് പോകുന്ന വരയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സെയിം ആയിരിക്കും അല്ലേ? പക്ഷെ ഏരിയ മാറ്റം വരുത്തില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് അടുത്ത ചോദ്യം. പേജ് 12 ചോദ്യം 4. ഹൗ മെനി ഡിഫറൻറ്റ് നോൺ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ with 2 sides 8 and 6 centimeters and area 12 square centimeters? What if the area is to be 24 square centimeters? ചോദ്യം മനസ്സിലായോ? എത്ര വ്യത്യസ്തമായ നോൺ കോൺഗ്രുവൻറ്റ് എന്ന് പറഞ്ഞാൽ തുല്യമല്ലാത്ത ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു സൈഡ് 8 ആയിരിക്കണം, ഒരു സൈഡ് 6 ആയിരിക്കണം, ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം. അത് വരച്ചിട്ട് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ 24 ആണെങ്കിലോ, ഏരിയ 24 ആണെങ്കിലോ, 2 വശങ്ങളുടെ നീളം 8, 6 സെന്റിമീറ്റർ വീതവും പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററുമായ തുല്യമല്ലാത്ത എത്ര ത്രികോണം വരയ്ക്കാം? അത് കഴിഞ്ഞിട്ട് പരപ്പളവ് 24 ആയാലോ? നമുക്ക് നോക്കാം അല്ലേ? ഇതിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ബേസ്, ഹൈറ്റ്, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ പകുതിയാണ് ഏരിയ അല്ലേ? അപ്പോൾ ഏരിയ 12 ആണെന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ ബേസും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ പകുതിയാണ് 12. ബേസും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം? 12ന്റെ ഡബിൾ കിട്ടണം, 24 കിട്ടണം അല്ലേ? നോക്കാം. ചോദ്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ത്രികോണത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ്, അതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ½ BH ആണ്. അപ്പോൾ പരപ്പളവ് അഥവാ ഏരിയ 12 വരണമെങ്കിൽ പാദം ഇൻറ്റു ഉയരം ബേസ് ഇൻറ്റു ഹൈറ്റ് BH എത്ര വരണം? അതിൻ്റെ ഇരട്ടിയാവണം അല്ലേ? 12ന്റെ ഇരട്ടിയാവണം. എന്നാലേ ഹാഫ് വരുമ്പോൾ പകുതിയാവുള്ളൂ, 24 ആവണം. അപ്പോൾ പാദം 8 ആയാൽ അത് 24 ആണ്. എന്ത് ചെയ്യണം? 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 24 വരുമെന്ന് നോക്കണം. 3 കൊണ്ട്. അപ്പോൾ ബേസ് 8 ആണെങ്കിൽ ഹൈറ്റ് 3 ആക്കണം. അപ്പോഴാണ് 24 വരിക. അതിൻ്റെ പകുതിയാണല്ലോ 12 വരുന്നത്. ഇനി ബേസ് 6 ആണെങ്കിലോ, 6നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടും? 6 × 4. അപ്പോൾ ഹൈറ്റ് 4 ആവണം. അപ്പം നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ ബേസ് 8 എടുക്കുന്നതെങ്കിൽ ഹൈറ്റ് 3 ആവണം, 6 എടുക്കുന്നതെങ്കിൽ ഹൈറ്റ് 4 ആവണം. എന്നാലേ അത് 24 കിട്ടുകയുള്ളൂ. ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷന് 24 കിട്ടണം, 24. അതിൻ്റെ ഹാഫ് 12 വരണം. എന്നാലേ നമുക്ക് ഏരിയ 12 ആകുന്ന പോലെ വരയ്ക്കാൻ പറ്റൂ. അത് ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. ആദ്യം ഒരു വര വരയ്ക്കുന്നു. അത് 8 സെന്റിമീറ്റർ നീളത്തിലാക്കുക. നമ്മൾ 8 ബേസ് എടുത്തിട്ടാണ് ആദ്യം വരയ്ക്കുന്നത്. അതിന് നമ്മൾ AB എന്ന് പേര് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം?
ഹൈറ്റ് 3 സെന്റിമീറ്റർ, 8 3 24 എന്നല്ലേ പറഞ്ഞ്, വരുന്ന പോലെ ഒരു വര വരയ്ക്കണം. അത് 3 സെന്റിമീറ്റർ ആയിരിക്കണം. സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാം, ലംബമായിരിക്കണം. ഇനി 8 സെന്റിമീറ്ററിന് പാരലായിട്ട് മേളിൽ കൂടെ ഒരു വര വരയ്ക്കണം. ഒരു സൈഡ് 6 വരാൻ പാടുള്ളൂ, ഒരു സൈഡ് 6 വരാൻ പാടുള്ളൂ. അപ്പോൾ അത് വരയ്ക്കണമെങ്കിൽ ആദ്യം പാരലൽ വര വരച്ചിട്ടേ പറ്റൂ. അപ്പോൾ 8 സെന്റിമീറ്ററിന് പാരലായിട്ട് മേളിൽ കൂടെ ഒരു വര വരച്ചു. ഇനി എയിൽ നിന്ന് 6 സെന്റിമീറ്റർ വരുന്ന പോലെ കോമ്പസിൽ 6 സെന്റിമീറ്റർ അളന്ന് മേളത്തെ വരെ മുട്ടിച്ചാൽ മതി. അത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അതിന് സി എന്ന് കൊടുത്തിട്ട് യോജിപ്പിച്ചാൽ മതി, അല്ലേ? അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെയാണ് മുട്ടുന്നത്. അതിനെ നമ്മൾ 6 സെന്റിമീറ്റർ നീളം എടുത്തിരിക്കുന്നത് കോമ്പസിൽ എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി അവിടെ. അത് സി എന്നുള്ള പേര് കൊടുത്ത് കൂട്ടിമുട്ടിയെടുത്ത്. ഇനി എന്ത് ചെയ്താൽ മതി? ബി സി യോജിപ്പിച്ച ട്രയാങ്കിളായി. ബി സി യോജിപ്പിച്ചു. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? 8 ബേസ് ഇൻറ്റു 3 ഹൈറ്റ്, 8 3 24. അതിൻ്റെ ഹാഫ് 12 ആയിരിക്കും, അല്ലേ? 8 ഇൻറ്റു 3 ബേസിൻ്റെ ഹൈറ്റ് 8 3 24. അതിൻ്റെ ഹാഫ് ബി എച്ച് അല്ലേ? അതിൻ്റെ ഹാഫ് 12 ആയിരിക്കും. നീ പറഞ്ഞേ വരയ്ക്കത്തുള്ളൂ. എയിൽ നിന്ന് അങ്ങേയറ്റത്തോട്ട് നമ്മുടെ സ്ക്രീനിന്റെ ഇടത് വശത്തോട്ട് വേണമെങ്കിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാമല്ലോ, ഇല്ലേ? നമ്മുടെ കോമ്പസ് എടുത്ത് അങ്ങോട്ടൊന്ന് തിരിച്ച് അവിടെ മുട്ടുകയല്ലേ? നമുക്കൊന്ന് നോക്കാം. എയിൽ നിന്ന് നമ്മൾ ഇടതുവശത്തേക്കൂടെ ഒരു 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് മുട്ടും, അവിടെ മുട്ടും. ഇനി അതിന് 6 സെന്റിമീറ്റർ തന്നെയാണ്. നമ്മൾ ആ പോയിന്റിനെ ഡി എന്ന് വിളിച്ചു. ഇനി അവിടുന്ന് ഇപ്പം എ ബി ആയി, ബേസ് ആണ്, അത് 8 സെന്റിമീറ്റർ തന്നെയാണ്. ബി ഡി യോജിപ്പിച്ചാൽ മതി, അല്ലെ? ഡി ബി എന്ന് പറയുന്ന മേളിലത്തെ വരന്ന് ചുവട്ടിലേക്ക് യോജിപ്പിച്ചാൽ മതി. ഡി ബി യോജിപ്പിക്കുന്നു. ഇപ്പൊ കിട്ടിയ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് 8 ആണ്, ഹൈറ്റ് 3 ആണ്. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക? അതിന്റെ ഏരിയയും 12 തന്നെയായിരിക്കും. നമ്മൾ കണ്ട് ഇവിടെ 2 എണ്ണം വരയ്ക്കാം, അല്ലേ? ഇനി 24 ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിലോ ഈ പറഞ്ഞ അതേപോലെ ആലോചിച്ചിട്ട് നിങ്ങൾ വരച്ച് നോക്കണം. ഒരു അസൈൻമെന്റ് ഇരിക്കട്ടെ. ഇതിന്റെ ഒരു പാർട്ട് നമ്മൾ ചെയ്തല്ലോ, ഇനി അടുത്ത പാർട്ട് തന്നെ ചെയ്ത് നോക്കുക. 24 വരണമെങ്കിൽ ഏരിയ 24 വരണം. അപ്പോൾ എന്ത് വരണം? അതിന്റെ ഇരട്ടി വരണം. ബേസിന്റെ ഹൈറ്റ് 48 വരണം. അങ്ങനെ ആലോചിച്ചിട്ട് ചെയ്ത് നോക്കുക. നമുക്കടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പേജ് 12-ലെ 5-ാമത്തെ ചോദ്യം. നല്ല രസമുള്ള കളർഫുള്ളായ കുറെ ട്രയാങ്കിൾസ് ഒക്കെ കാണുന്നുണ്ട്. ഇൻ ദി പിക്ചർ ബിലോ ദി ലൈൻസ് പാരലൽ ടു ഈച്ച് സൈഡ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ ത്രൂ ദി ഓപ്പോസിറ്റ് വെർട്ടക്സ് ആർ ഡ്രോൺ ടു മേക്ക് എ ബിഗ് ട്രയാങ്കിൾ. എന്നാ സംഭവം? നടുക്കുള്ള നീല ട്രയാങ്കിൾ കണ്ടോ? അതിലെ ഓരോ സൈഡ്സിന്റെയും ഓപ്പോസിറ്റ് വെർട്ടക്സ് അതിലൂടെ പാരലൽ ലൈൻസ് വരച്ചിട്ടാണ് വലിയ ത്രികോണം, മഞ്ഞ ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീല ട്രയാങ്കിളിന്റെ താഴത്തെ വരെ കൂടെ സമാന്തരമായി പാരലലായി മേളിൽ കൂടെ ഒരു വര വരച്ചു. ഇടതുവശത്തേന് പാരലലായി വലതുവശത്തോട്ടൊരു വര വരച്ചു. വലതുവശത്തേന് പാരലലായി ഇടതുവശത്തെ മൂലയിൽ കൂടെ ഒരു വര വരച്ചു. അങ്ങനെയാണ് ഈ ട്രയാങ്കിൾ കിട്ടിയത്. ഇനി എന്താ ചോദ്യം? ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദി പിക്ചർ ഹാവ് ദി സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ? ബ്ലൂ ട്രയാങ്കിളിന്റെ അതേ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് ഈ ചിത്രത്തിലുണ്ട്? ഹൗ മെനി ഓഫ് ദം ഹാവ് ദി സെയിം മെഷേഴ്സ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ? അതിൽ എത്ര എണ്ണത്തിന് ബ്ലൂ ട്രയാങ്കിളിന്റെ അതേ മെഷർമെന്റ് ഉണ്ട്, അതേ അളവുണ്ട്? എത്ര എണ്ണം? അതേ അളവ്. നീളവും വീതിയും കോണും എല്ലാം ഒരുപോലെ വരുന്ന, വീതിയില്ല കേട്ടോ, നീളവും വശങ്ങളുടെ നീളങ്ങളും കോണുകളും അതേപോലെ തന്നെ വരുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ബ്ലൂവിന്റെ തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾസ് എത്ര എണ്ണം ഉണ്ട് നോക്കാം. ഇതാണ് ചോദ്യം, അല്ലേ? ഇതിൽ നമ്മൾ നോക്കിയാൽ ആദ്യം തുല്യ ത്രികോണങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതേ ഏരിയ വരുന്നത്. ഇതിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ,
ഒന്ന് നേരെ തിരിച്ചതേ ഉള്ളൂ. ഇത് വേറെ രീതിയിൽ തിരിച്ചു, ഇത് വേറെ രീതിയിൽ തിരിച്ചു. അപ്പോൾ കോണുകൾ വ്യത്യാസമില്ല, സൈഡ്സും വ്യത്യാസമില്ല. അപ്പോൾ ആ 3 ട്രയാങ്കിൾസും നടുക്കുള്ള ട്രയാങ്കിളിന്റെ അതേ അളവിലാണെന്ന് കാണാം. ആംഗിൾസും വ്യത്യാസമില്ല, സൈഡ്സും വ്യത്യാസമില്ല. നമുക്കത് ഒന്ന് മെഷർ ചെയ്ത് ജിയോജിബ്രയുടെ സഹായത്തോടെ നോക്കാം. അങ്ങനെ തന്നെയാണോ അത് വരുന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയേക്കാം. ചിത്രത്തിൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. ജിയോജിബ്ര ഉപയോഗിച്ച് വരച്ചതാണ്. അതിന്റെ 3, 4, 2 വശം. ഇനി ആ സൈഡിലത്തേത് നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്നുണ്ട്. 3, 4 വരുന്നു. താഴെ 2, 4 വരുന്നു. വീണ്ടും 3, 2 വരുന്നു അല്ലേ? വശങ്ങളെല്ലാം നോക്കിയാൽ കാണാം, എല്ലാം ഒരേ നീളമാണ് വരുന്നത്. ആണല്ലോ? 3, 4, 2 എല്ലാ ട്രയാങ്കിൾസിന്റെ അതാ വരുന്നത് അല്ലേ? ഇനി ചുവട്ടിലത്തെ ഒന്ന് വരച്ച് നോക്കാം. അതിന്റെ സൈഡ്സ് നോക്കിയേ. 3, 2, 4 നീലയുടെ അതേ ഇതിൽ വന്നു അല്ലേ? നീല എങ്ങനെയാണോ വന്നത് അതേ അളവിലാണ് അതും വന്നത്. അതിന്റെ മേളില് വീണ്ടും അതും 3, 2, 4 തന്നെ വന്നു സൈഡ്സ്. അടുത്തതോ അതിൻ്റെയും വരുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. 3, 2, 4. അപ്പൊ എല്ലാത്തിൻ്റെയും 2, 3, 4 എന്നാണ് സൈഡ്സ് വന്നേക്കുന്നത്. ഏരിയ നടുക്കുള്ളതിന്റെ ഇപ്പൊ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് 4 മഞ്ഞയുടേതും 4 തന്നെ, ചുവപ്പിൻ്റെത് 4, പിങ്കിൻ്റെത്, പച്ചയുടേത് 4 തന്നെ. അപ്പൊ എല്ലാത്തിൻ്റെ ഏരിയ സെയിം ആണ് എന്ന് പറഞ്ഞാൽ വശങ്ങളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് തന്നെ കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഏരിയകളും തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ത്രികോണങ്ങളെല്ലാം ഒരേ 2, 3, 4 എന്ന അളവിൽ വശങ്ങളുള്ളതാണ് 3. അതുകൊണ്ട് അവ നടുക്കുള്ള ട്രയാങ്കിളിന് തുല്യമാണ്. അതിൻ്റെ എല്ലാ ഏരിയയും നമ്മളിപ്പോൾ മെഷർ ചെയ്ത് നോക്കി ജിയോജിബ്രയിൽ, അതും സെയിം ആണെന്ന് കാണാം. നീല ത്രികോണത്തിന് തുല്യമായ 3 ത്രികോണങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇതിലതിന് അളവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ABC തുല്യമാണ് ABZ, BCY, ACX. ആദ്യം പറയുന്ന ACX, അത് മേളിൽ വരുന്ന പിങ്ക് ട്രയാങ്കിൾ അതായത് അതിന് തുല്യമാണ്. ട്രയാങ്കിൾ ABZ അതിന് തുല്യമാണ്. പച്ച ട്രയാങ്കിൾ, മഞ്ഞ ട്രയാങ്കിൾ, ട്രയാങ്കിൾ BCY. ഈ 3 എണ്ണവും നീലയ്ക്ക് തുല്യമാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് അതിന്റെ ഏരിയയും തുല്യമാണെന്ന് നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇനി അതേ ഇത് വരുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദ്യം. AB ബേസ് ആയിട്ട് എക്സിലോട്ട് യോജിപ്പിച്ചു. അപ്പൊ ABX കണ്ടു. സെയിം ബേസ് ആണല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് സമാന്തര വരെ കൂടെ, പാരലൽ വരെ കൂടെ ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഏരിയയും ഇതിൻ്റെതിന് തുല്യമായിരിക്കും. അപ്പൊ ഏരിയ തുല്യമായി ABX. ഇനി വേണമെങ്കിൽ AB ബേസ് ആയി തന്നെ Yയിലേക്കും യോജിപ്പിക്കാമല്ലോ. അപ്പൊ ഏത് ട്രയാങ്കിൾ വരും? ABX പോലെ തന്നെ ABY വരും. ABY അതിൻ്റെയും സെയിം ബേസും സെയിം ഹൈറ്റുമാണ്. കാരണം പാരലൽ വരെ കൂടാണ്. അതുകൊണ്ട് സെയിം ഏരിയ ആയിരിക്കും. നടുക്കളത്തെ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ. അപ്പൊ ABX ആയി, ABY ആയി. അത് രണ്ടും ഇതേ ഏരിയ ആണ്. 3 എണ്ണം കൂടെ ഇപ്പൊ 2 എണ്ണം കൂടെ ആയി അല്ലേ? ആകെ എത്ര ഉണ്ടെന്ന് കാണണം. ഇനി BC എടുത്തിട്ട് വരയ്ക്കാം. BCX എന്ന് പറയുന്നത് സമാന്തര വരകളായതുകൊണ്ട് അതിന്റെ ഏരിയ തുല്യമായിരിക്കും. BCക്ക് സമാന്തരമാണ് XZ. BCX വരച്ചു. ഇനി ഇപ്പുറത്തെ മൂലയിലോട്ട് BCZ, അതും BCക്ക് സമാന്തരമായ വര, സെയിം ബേസ്, ഒരേ ബേസ് ഒരേ ഹൈറ്റും, അതുകൊണ്ട് ഒരേ ഏരിയ, ഒരേ പരപ്പളവും. അത് BCZ അതും എഴുതി. അപ്പൊ എത്രയായി ഇപ്പം? 3, 4, 5, 6, 7 എണ്ണമായി അല്ലേ? ഇനി ഏതാ എടുക്കാനുള്ളത്? AC എന്ന് പറയുന്ന സൈഡ് എടുത്തിട്ടില്ല. ACയിലൂടെ വരയ്ക്കാമല്ലോ. ബിക്ക് സമാന്തര വരയല്ലേ ACക്ക്. ACയുടെ ഓപ്പോസിറ്റ് വരുന്ന ബിയിലൂടെ ഉണ്ടല്ലോ. അപ്പൊ ACY ആദ്യം എടുത്തു. ACY സെയിം ഏരിയ അല്ലെങ്കിൽ പരപ്പളവായിരിക്കും. AC എന്ന് പറയുന്ന ബേസ് തന്നെ ആയതുകൊണ്ട്. ഇനി ഒന്നുകൂടെ ഉണ്ട്. ACZ വരയ്ക്കാമല്ലോ. ACY നമ്മൾ എഴുതി. ഇനി ACZ അതിനും ഇതേ പരപ്പളവ് വരും. കാര്യം AC എന്ന് പറയുന്ന ബേസ് അതിന്റെ ഓപ്പോസിറ്റ് ബിയിലൂടെയുള്ള സമാന്തര വരയാണ്, പാരലൽ വരയാണ്. അപ്പൊ ACZ
ഇപ്പം ഒരെണ്ണം കൂടായി, ACYയും ACZ. അപ്പോൾ ആകെ എത്രയായി? ACX, ABZ, അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ 9 എണ്ണം ഉണ്ട്. എണ്ണി നോക്കിയാൽ കാണാം. അങ്ങനെ 9 ട്രയാങ്കിൾസ് ആണ് ബ്ലൂ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ വരുന്നത് പോലെ നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്. അത് ABയെ ബേസ് ചെയ്ത്, BCയെ ബേസ് ചെയ്ത്, ACയെ ബേസ് ചെയ്ത് വരയ്ക്കാം. കൂടാതെ അതേ അളവുള്ള 3 എണ്ണം ഉണ്ട്. അങ്ങനെ ആകെ 9 ട്രയാങ്കിൾസ് കാണാം. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. പേജ് 12-ലെ 6ാമത്തെ അവസാനത്തെ ചോദ്യം. ഈ ഭാഗത്തെ 2 ട്രയാങ്കിൾസ് തന്നിരിക്കുന്നു. പ്രൂവ് ദാറ്റ് ദി 2 ട്രയാങ്കിൾസ് ഷോൺ ബിലോ ഹാവ് ദി സെയിം ഏരിയ. രണ്ടിൻ്റെ ഏരിയ സെയിം ആണെന്ന് തെളിയിക്കണം. 4 ബേസ് അല്ലേ, 3 ആണ് ഒരു സൈഡ്. ഒന്നിൻ്റെ ആംഗിള് 130, ആദ്യത്തെ ആംഗിൾ 50. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് സെയിം ആയതുകൊണ്ട് പരപ്പളവ് അഥവാ ഏരിയ സെയിം ആകണമെങ്കിൽ ഹൈറ്റ് അഥവാ ഉയരം കൂടി ഒരുപോലെ ആയാൽ മതി. ഉയരം കൂടി ഒരുപോലെ ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് ഒരേ പരപ്പളവാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. ഇതാണ് തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ. 4 ബേസ്, ഒരു സൈഡ് 3, ഒരു ആംഗിള്, ഇത് ചേരുന്ന ആംഗിൾ 50 ഡിഗ്രി. ഇത് രണ്ടാമത്തത്, അതിൻ്റെ ബേസ് 4, ഒരു സൈഡ് 3, ആംഗിൾ 130. ഈ 130ഉം 50ഉം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലേ. ഒരു വരയിൽ വരുന്ന ആംഗിളാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു വരയുടെ മുകൾ ഭാഗത്ത് അല്ലെ താഴ്ഭാഗത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ വരുന്ന ആംഗിളാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ പറഞ്ഞേക്കുന്ന 130ഉം 50ഓടെ ചേരുമ്പോൾ 180 വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആദ്യത്തെ ട്രയാങ്കിൾ നമുക്കൊന്ന് നേരെ തിരിച്ച് വെച്ച് നോക്കാം. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇടതുവശവും വലതുവശവും നമ്മളൊന്ന് തിരിച്ചിട്ട് വെച്ച് നോക്കാം. കണ്ടോ, അതേപടി തിരിച്ചു. അപ്പം ഇങ്ങനെയായി. എഴുത്തെല്ലാം ഉൾപ്പെടെ തിരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിതിനെ കൊണ്ടുപോയി ഈ 130 ഡിഗ്രി ആംഗിൾ വരുന്ന ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കാം. കണ്ടോ, ഇപ്പം അത് 180 വന്നു. എഴുത്ത് തിരിഞ്ഞായിരിക്കും, നമ്മൾ ട്രയാങ്കിൾ തിരിച്ചു വെച്ചത് കൊണ്ട് എഴുത്തും തിരിഞ്ഞു പോയിട്ടുണ്ട്. അത് നോക്കണ്ട. 130ഉം 50ഉം 180 വന്നു. ഹൈറ്റ് നോക്കിയേ, രണ്ടിൻ്റെ ഒരേ ഹൈറ്റല്ലേ, ഒരേ മൂലയിൽ ചേർന്നിരിപ്പുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഉയരവും തുല്യമാണ്. പാദം അഥവാ ബേസ് 4 വീതമാണ് അല്ലേ. അവിടെ 180 ഡിഗ്രി കൂട്ടുമ്പോൾ വരുന്നുണ്ട്. അതായത് 2 ത്രികോണങ്ങൾക്കും 4 സെന്റിമീറ്റർ വീതം പാദം അഥവാ ബേസും ഒരേ ഉയരവുമാണ്. ഉയരം ഒരുപോലാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ബേസും ഹൈറ്റും തുല്യമായതിനാൽ ഇവയുടെ പരപ്പളവ് അഥവാ ഏരിയയും തുല്യമായിരിക്കും. ഹാഫ് BH അല്ലേ വരുന്നത്. B എന്ന് പറയുന്നതും തുല്യമാണ്, H എന്ന് പറയുന്നതും തുല്യമാണ്. ഇപ്പം രണ്ടിൻ്റെയും ഹാഫ് BH കണ്ടുപിടിക്കുമ്പോൾ അവ തുല്യമായിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. ഈ വീഡിയോ ആദ്യം മുതൽ വീണ്ടും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്നിട്ട് ചെയ്ത് നോക്കണം, കണക്കുകൾ ചെയ്ത് നോക്കുക, വരയ്ക്കാനുള്ളതൊക്കെ വരച്ച് നോക്കുക. അടുത്ത ഒരു ഭാഗം മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ.